എന്നതുപോലെ 5 നേരം അതാതിൻ്റെ സമയമുണ്ട്. അല്ലാതെ എപ്പോഴെങ്കിലും കോമ്പ് കോർത്ത് നിസ്കാരമല്ല, ഒന്നിച്ച് ചെയിൻ ടു ചെയിൻ നിസ്കാരമല്ല. നിസ്കാരം എന്നുള്ളത് ഓരോ നേരത്താ. ഈ അശ്രദ്ധവാന്മാരായ നിസ്കാരക്കാർക്ക് നാശം. ആ നിസ്കാരമാണ് ഒന്ന്. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. പിന്നെ പറയുന്നത് കാണാൻ വേണ്ടി, ജനങ്ങൾ കാണാൻ വേണ്ടി. ഒരു പ്രപ്പോസലൊന്നും വരുന്നില്ല. അപ്പോൾ പള്ളിയിലൊക്കെ ഇങ്ങനെ വരികയാണ്. എന്താ, ബ്രോക്കർ വരുന്ന നേരത്ത് ചോദിച്ച ചെറുക്കനെന്താ പണി? ചെറുക്കൻ നല്ല ജോലിയാണ്, എല്ലാം ഉണ്ട്, 5 വക്ത് നിസ്കാരം, അത് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ കല്യാണാലോചന ഒക്കെ ഉണ്ട്. വരുന്ന സമയത്ത് മാത്രം ബ്രോക്കർ ഒന്ന് കാണട്ടെ, നാട്ടുകാരൊന്ന് പറയട്ടെ, മഹലൊരു കത്ത് കൊടുക്കുമ്പോൾ തരക്കടില്ല എന്ന് പറയട്ടെ, അതിനു വേണ്ടിയുള്ള നിസ്കാരം. ഭാര്യ വീട്ടിൽ പോയാൽ മാത്രമുള്ള തറാവിയ്, ഇതൊന്നും ഇതിൽ പെടുന്നതല്ല. കാണാൻ വേണ്ടി ചെയ്യൽ, ആ നിസ്കാരം കൊണ്ടും നാശം. നിസ്കരിക്കാത്തവനേക്കാൾ വലിയ നാശാണ് ആ നിസ്കാരക്കാർക്ക്. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അശ്രദ്ധവാന്മാർ, കാണാൻ വേണ്ടി. പിന്നത്തതാണ് ബഹുരസം. അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ, അവർ ചെറിയ ചെറിയ ഉപകാരം പോലും തടുക്കുന്നവർ. ചെറിയ ചെറിയ ഉപകാരം പോലും തടുക്കുന്നവർ. അവിടെയാണ് എൻ്റെ വിഷയം. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിസ്കാരക്കാരായിട്ടുള്ള നല്ല മതക്കാർ, ഒരു മതത്തിലെ വിശ്വാസി എന്ന് പറഞ്ഞാൽ അയാൾ ആരാണ്? അയാൾ ലഘുവായ ഉപകാരം പോലും തടുത്തു കഴിഞ്ഞാൽ, ലഘുവായ ഉപകാരം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഉപകാരം. ആ വ്യാഖ്യാനത്തിൽ കാണാം, തീ, വെള്ളം, വഴി. പിറകിലുള്ള വീട്ടുകാരന് വഴി കൊടുക്കാത്ത ആജ്യരുടെ നിസ്കാരം അപകടത്തിൻ്റെതാണ്. ഒരു തീ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് കൊടുത്തിരുന്ന തീ എന്ന് പറയുന്നത്, നമ്മുടെ അടുപ്പിൽ നിന്ന് തീക്കണൽ ഊതി കത്തിച്ച് അയൽവാസിക്ക് ചകിരിപ്പൊളിയിലും ചിരട്ടയിലും തീ കൊടുക്കും. അന്ന് തീപ്പെട്ടി, സിഗരറ്റ് ലാമ്പൊക്കെ പിന്നീട് ലോകക്രമത്തിൽ വന്നതാണ്. ആദ്യം തീ കത്തിക്കാൻ വേണ്ടി ഉള്ളവൻ്റെ വീട്ടിൽ തീപ്പുക പൊന്തുന്നത് കണ്ടാൽ എനിക്ക് കുറച്ച് തീ തരുമോ എന്ന് ചോദിച്ച അയൽവാസി വന്നിരുന്നൊരു കാലത്ത് തീക്കണൽ കൊടുക്കും. ഈ കണൽ നമ്മുടെ ഉമ്മ നമ്മുടെ അടുപ്പിൽ കൊണ്ടുവന്ന് ഊതി കത്തിച്ചായിരുന്നു നമ്മുടെ മക്കൾക്ക് അന്നമുണ്ടാക്കി കൊടുത്തിരുന്നത്. ഇന്ന് അതില്ല. തീപ്പെട്ടി ഉണ്ടായിരുന്നു, ഇടക്കാലത്ത് അതും പോയി. പിന്നെ വന്നത് സിഗരറ്റ് ലാമ്പാണ്, അതുമല്ല. ഇപ്പൊ തീയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് കറണ്ടിന്റെ കണക്ഷന്റെ കൺസെന്റാണ്. വ്യാഖ്യാനിച്ച് വേണമെങ്കിൽ പറയാം അങ്ങനെ. ഒരു ഹരിജൻ കോളനിയിലേക്ക്, ഒരു പട്ടികജാതി കോളനിയിലേക്ക്, അല്ലെങ്കിൽ തീരദേശത്ത് താമസിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ഓല വീടുകളിലേക്ക് ഈ മുന്നിലെ ഗേറ്റുള്ള ഒരു മുതലാളി കൺസെന്റ് ഒപ്പിട്ട് കൊടുത്താലേ അങ്ങോട്ട് ലൈൻ വലിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൻ്റെ പരിസരത്തൊരു കൂടി അങ്ങനെ കറണ്ടിന് കണക്ഷൻ കൊടുക്കൂല എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രമാണിയുടെ നിസ്കാരത്തിൻ്റെ കാര്യമാണ് പടച്ച റബ്ബ് ഈ ഖുർആനിൽ പറയുന്നത്. ചെറിയ ചെറിയ ഉപകാരം പോലും തടുക്കുന്നവൻ്റെ നിസ്കാരം. മനുഷ്യന് ഒരു തടസ്സം നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഇബാദത്ത് തടുക്കുകയാണ്. വഴി, വെള്ളം, തീ ഞാൻ പറഞ്ഞു, വഴി ഞാൻ പറഞ്ഞു. ആധാരത്തിൽ വഴിയില്ലെന്ന് പറഞ്ഞിട്ട് തൊട്ടു പിറകിലേക്ക് വഴി കൊടുക്കാത്ത ആളുകളുണ്ട്. റോഡ് വീതി കൂട്ടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ഞാൻ കാലകാലങ്ങളായി സൂക്ഷിച്ചു പോകുന്ന ഇടവഴിയാണ്, എൻ്റെ വീട് വരെ, എൻ്റെ ഗേറ്റ് വരെ. അങ്ങനെയുണ്ട് ചില ആളുകൾ. ഞാനും എൻ്റെ കെട്ടിയോനും ഒരു തട്ടാനും, ഞാനും എൻ്റെ പൂച്ചട്ടിയും എൻ്റെ ഗേറ്റും, ഇതിൻ്റെ അപ്പുറത്തേക്ക് റോഡില്ല, ഇവിടെ വേണമെങ്കിൽ തിരിച്ചു പോകട്ടെ. ഗേറ്റ് പോലും തുറന്നു കൊടുക്കാതെ വണ്ടി ഒന്ന് ബാക്കടിച്ച് റിവേഴ്സ് എടുത്ത് ഒന്ന് തിരിച്ചു പോകാൻ ആരും സമ്മതിക്കൂല. ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്ത് ഇതുപോലെ റോഡ് വെട്ടാൻ ആഗ്രഹിച്ച ഇടവഴിയിലൊക്കെ പോയി. അവിടെ പോയി ഞാൻ അവരോടൊക്കെ പറഞ്ഞപ്പോൾ പോയില്ല, പറ്റൂല. അങ്ങനെ പറഞ്ഞ ആളുകളോട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചത്, ആംബുലൻസ് നമ്മുടെ ഈ ഇടവഴിയിൽ വരുമ്പോൾ നിങ്ങളെ വീട്ടിലേക്ക് വരുന്ന ആംബുലൻസ് എങ്ങനെയാണ് ഇവിടെ ഇട്ട് തിരിച്ചു പോവുക? അയാൾ പറഞ്ഞു ഞാൻ വിവരം തരാമെന്ന്. കാരണം ആംബുലൻസ് എന്ന് കേൾക്കുമ്പോൾ ഒരു ബേജാറുണ്ടാവും. അങ്ങനെയാണ്. തീരെ ബേജാറില്ലാത്തവർക്കൊക്കെ ബേജാറാക്കുന്ന ഒരു വാഹനമാണ് ആംബുലൻസ്. അതുകൊണ്ട് പള്ളിയിൽ പായ തികയാതായി നിസ്കരിക്കാൻ. പായിട്ടായിരുന്നു നിസ്കരിച്ചത്. ഇപ്പം മാർബിളും മൊസൈക്കൊക്കെ ആയപ്പോഴാണ് നമ്മളത് മറന്നത്. നിസ്കാരപ്പള്ളിയിൽ പായല്ല. പള്ളിയിലെ ഉസ്താദ് നാട്ടുകാരോട് എല്ലാ വെള്ളിയാഴ്ചയും പറയും, ഒരു 10 പായയുടെ കുറവുണ്ട്,
ഞാനും മുത്തഅല്ലിമീങ്ങളൊക്കെ നിലത്താ കിടക്കുന്നത്. നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് ചില ആളുകൾ മണ്ണിലാണ് സുജൂദ് ചെയ്യുന്നത്, അതുകൊണ്ട് പായ വേണം. നാട്ടുകാർ ആ വഴിക്ക് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇന്നൊരു കൂട്ടു പ്രാർത്ഥന ഉണ്ട്, എല്ലാവരും റെഡി ആയിരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എല്ലാവരും കൈപൊക്കാൻ പറഞ്ഞു. എല്ലാവരും കൈപൊക്കി. അദ്ദേഹം ദുആ ചെയ്തു, ഖാലിക്കായ റബ്ബേ, റഹ്മാനായ റബ്ബേ, ഈ നാട്ടിൽ നിന്നും ഒരു 10-20 ആളെ നീ അർജന്റായി മൗത്താക്കണേ തമ്പുരാനെ എന്നൊരൊറ്റ ദുആ. എന്താ കാര്യം? ഒരു 10 ആളെ പൊതിഞ്ഞുകൊണ്ട് വരുമ്പോൾ എന്തായാലും ഒരു 20 പായ അല്ലെങ്കിൽ ഒരു 10 പായ ചുരുങ്ങിയത് കിട്ടുമല്ലോ. ഇത് പ്രാർത്ഥിച്ചേക്ക് ചിലർ കൈ താത്തിയിട്ട് പറഞ്ഞു, എൻ്റെ വക 20. ഒരാൾ പറഞ്ഞു, ഞാൻ 10, ഞാൻ 30. പിന്നെ പായയായി. മരിക്കാൻ എല്ലാവർക്കും പേടിയാണ്. ആംബുലൻസിൻ്റെ കാര്യം പറയുമ്പോൾ പേടിയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? മനുഷ്യൻ ലഘുവായ ഉപകാരം പോലും തടുക്കും. വെള്ളം കൊടുക്കാത്തവർ, തൻ്റെ കിണർ കെട്ടിപ്പൂട്ടി വേലി കെട്ടി സംരക്ഷിച്ചിട്ട് അയൽവാസിക്ക് വെള്ളം കൊടുക്കാത്തവരുണ്ട്. യുദ്ധത്തിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ദാഹിച്ച് വലഞ്ഞ് ചോര വാർന്നൊലിച്ച് റൂഹ് പിരിയാൻ നിൽക്കുന്ന സ്വഹാബ കിറാം പറയത്രേ, എനിക്കല്ല തരേണ്ടത്, എന്നേക്കാൾ കഷ്ടമാ കിടക്കുന്ന ആളെ കണ്ടോ, അയാൾക്ക് കൊടുക്ക്, അത് അങ്ങോട്ടാ കൊടുക്കാൻ പറയാം. നമ്മളിപ്പോൾ പഞ്ചായത്തിൽ നിന്നൊരു വീട് പാസ്സാകുമ്പോൾ എനിക്ക് വീട് കിട്ടണമെന്ന് എൻ്റെ ആഗ്രഹം. അങ്ങനെയല്ല വേണ്ടത്. എൻ്റെ വീടിനേക്കാൾ ചോർന്നൊലിക്കുന്നത് ആ വീടാണ്, എനിക്ക് പാസ്സാകുന്ന വീട് അയാൾക്ക് കൊടുക്കുക എന്ന് പറയണം. അതാണ് നീതി, അതാണ് തത്വം. മനുഷ്യരങ്ങനെയാ ചെയ്യേണ്ടത്. ചെറിയ ഉപകാരം പോലും തടുക്കാൻ പാടില്ല. വഴി, വെള്ളം, തീ, ഇതൊക്കെ ഈ ഗണത്തിൽ പെടുന്നതാണ്. അയൽവാസിക്ക് തടസ്സമാകുന്ന കിണറ്റിൻ്റെ അടുത്തുള്ള മരം വെട്ടിക്കൊടുക്കാത്തവൻ്റെ നിസ്കാരം ചെറിയ സംഭവമല്ല. അയൽവാസിയുടെ കിണറിൻ്റെ സമീപത്ത് നമ്മുടെ പറമ്പിലൊരു പുളിമരം നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ ഇല ആ വെള്ളത്തിന് ഹാനികരമാണ് എന്ന് അയാൾ 10 വട്ടം പറഞ്ഞിട്ടും എന്താ നമ്മൾ പറയുന്ന വർത്താനം? എൻ്റെ പറമ്പിൽ, എൻ്റെ മതിലിൻ്റെ പുറത്ത് ഞാനൊരു പുളി വെച്ചാൽ നിനക്കെന്താ ഛേദം എന്ന് ചോദിക്കുന്നവരോടാ പറയുന്നത്. ഛേദം ചെറുതല്ല, വാസന പോലും അപകടത്തിലാണ്. മത്സ്യം കഴുകിയിട്ട് അയൽവാസിക്ക് ദുർഗന്ധം വമിക്കുന്ന രൂപത്തിൽ അയാൾക്ക് മോശമായ രീതിയിൽ അയാളുടെ വീടിൻ്റെ സമീപത്ത് കൊണ്ടുപോയി ഒഴിക്കുന്നത് അയാൾക്ക് ദോഷമാണെങ്കിൽ ഈ ആളുടെ കാര്യം കഷ്ടമാണ്. അയൽവാസി നിർഭയനാകണം. എങ്കിലേ അഷ്റഫുൽ ഖൽഖ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞതാണ്, അയൽവാസി നിർഭയനാവണം ഒരാളെ തൊട്ട്, എങ്കിലേ അയാൾ രക്ഷപ്പെടും. അതേതാണ്? എൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന ഒരാളെ എന്നെ കണ്ടാൽ വിറക്കാൻ പാടില്ല. അയാൾ നാട്ടുകാരോടൊക്കെ പറയാണ്, ആ മനുഷ്യനൊന്ന് വിറ്റുപോയെങ്കിൽ കിടന്നുറങ്ങായിരുന്നു എന്ന് പറയുന്ന കോലത്തിൽ അയൽവാസി പാടില്ല. നമ്മളെ കൊണ്ട് അയാൾ നിർഭയനാവണം. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ അയൽവാസി പറയണം, മൂപ്പരുണ്ടാവുമ്പോൾ ഞമ്മക്കൊരു ധൈര്യം, മൂപ്പരുണ്ടാവുമ്പോൾ ഈ വീട്ടിൽ നിൽക്കാനൊരു ധൈര്യം, വലിയ സഹായിയാണ്. അങ്ങനെ നമ്മൾ വീടൊഴിഞ്ഞ് പോരുകയാണ്, അയാൾ നിന്ന് കരയാണ്, ഇനി എനിക്കിതുപോലെ ഒരാളെ കിട്ടുമോ എന്ന് പറയണം. അതാണ് യഥാർത്ഥ അയൽവാസി. നമ്മൾ ചിന്തിക്കേണ്ടത്, മിണ്ടാപ്രാണികളെ വരെ സ്നേഹിച്ചാലേ ഇത് കിട്ടൂ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ല മോശക്കാരിയായ ഒരു സ്ത്രീ നായക്ക് വെള്ളം കൊടുത്ത കാരണത്താൽ സ്വർഗത്തിൽ പോകുന്ന കഥ വായിച്ചു പോകാനുള്ളതല്ല, തിരിച്ചുണ്ട്. എങ്ങനെ? നല്ല ആബിദായ ഒരാൾ, നല്ല ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ച ആൾ, പക്ഷേ അയാൾ പൂച്ചയെ കെട്ടിയിട്ട് ദ്രോഹിച്ചു എന്ന ഒറ്റ കാരണത്താൽ അയാൾക്ക് കഷ്ടം വേറെ വരികയാണ്. അപ്പോൾ പൂച്ചയാണ് അവിടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ആലോചിക്കേണ്ടത്, ജീവിതത്തിൽ മിണ്ടാപ്രാണികളെ സ്നേഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന പല ആളുകളും വയനാട് ചുരം കയറി പോകുമ്പോൾ വയനാട്ടിലേക്ക് ഓരോ സ്ഥലത്തും കുരങ്ങന്മാർക്ക് ബിസ്ക്കറ്റ് എറിഞ്ഞു കൊടുക്കാൻ നേരത്തെ കയ്യിൽ കരുതി വെക്കാറുണ്ട്. നമ്മെ തെരഞ്ഞു വരുന്ന പൂച്ച നോക്കണം. ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, കാക്കകളുടെ പരാതി എന്നാണ് ആ കവിത. ഹേ മനുഷ്യ, റേഞ്ചില്ല അല്ലേ? ഞാൻ എത്ര വിളിച്ചു, നീ പരിധിക്ക് പുറത്താണ്, പക്ഷെ ഞാൻ വിശപ്പിൻ്റെ പരിധിക്കകത്താണ്. ഞാൻ പിന്നെയും വിളിച്ചു, എൻ്റെ കുടൽ കരിഞ്ഞെന്ന് പറഞ്ഞിട്ട് നീ തിരിച്ചു പറഞ്ഞു ഞാൻ സ്വിച്ച് ഓഫ് ആണ് എന്ന്. അതാണ് എൻ്റെ കവിത, കാക്കകളുടെ പരാതി. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഈ കാക്കക്ക് വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലല്ലോ. ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഞാൻ അവിടെ ഒരു കാഴ്ച കണ്ടു. വേസ്റ്റ് പാത്രത്തിലേക്ക് നായ
തലയിട്ടുകൊണ്ട് നാക്ക് നീട്ടിയിട്ട് നമ്മെ നോക്കുകയാണ്. അതിൻ്റെ അർത്ഥം മനുഷ്യന്മാർ തിന്ന മസാല ദോശയും ചിക്കനും റോസ്റ്റൊക്കെ നമ്മൾ ബാക്കിയാക്കിയത് ആ വേസ്റ്റിലുണ്ട്. പക്ഷേ ഈ നായക്ക് അതിലേക്ക് എത്തുന്നില്ല. സാധനം കാണാനുണ്ട്, ഭക്ഷണം കാണണേ, പക്ഷെ കിട്ടുന്നില്ല. അപ്പം എനിക്ക് തോന്നി ഇന്ന് പ്രസംഗിക്കുമ്പോൾ പറയാൻ, ഈ ബൾബ് കെട്ടി തൂക്കിയതുപോലെ വിശന്ന് വലഞ്ഞ സമയത്ത് ഒരു നേന്ത്രക്കൊല ഇവിടെ കെട്ടി തൂക്കുക. നമുക്ക് നല്ല വിശപ്പുണ്ട്, എങ്ങനെ ചാടി ഞാൻ കടിച്ചെടുക്കും? എൻ്റെ ഒരു വിഷമം ഞാനപ്പോൾ ആലോചിക്കുകയാണ്. മിണ്ടാപ്രാണികൾ, നായ മലയാളിയെ നടന്ന് കടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മുംബൈയിൽ കണ്ടു, മഹാരാഷ്ട്രയിൽ സ്കൂൾ കുട്ടികളുമായി നല്ല ചങ്ങാത്തത്തിലാണ് നായ. കാരണം ആ സ്കൂൾ കുട്ടികൾ നായക്ക് മര്യാദക്ക് തിന്നാൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ വേസ്റ്റ് നമ്മൾ കെട്ടിപ്പൂട്ടിയിട്ട് പ്ലാസ്റ്റിക് കവറിലാക്കി അഡ്രസ്സ് പോലും എഴുതാതെയാണ് പുഴയിലേക്ക് എറിയുന്നത്. അഡ്രസ്സ് എഴുതിയിരുന്നുവെങ്കിൽ ആ മേൽവിലാസത്തിലെങ്കിലും അത് ലഭിക്കുമായിരുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. മനുഷ്യൻ എത്ര ബലഹീനനാണ്. നമുക്ക് വിശപ്പ് വന്ന് നോക്കണ്ടേ? ലോക ഭക്ഷ്യദിനം കഴിഞ്ഞു. നമ്മൾ ആലോചിക്കണം, പട്ടിണി കിടക്കുന്ന റോഹിംഗ്യൻ ടീം, പട്ടിണി കിടക്കുന്ന കാശ്മീരിലെ ജനത, ഇവരൊക്കെ കാണുമ്പോഴാണ് നമ്മൾ സുഖസമൃദ്ധിയുടെ മെത്തയിലാണ് മേഞ്ഞു നടക്കുന്നത്. ഇവിടെ മനുഷ്യൻ ചെയ്യേണ്ടത് എന്താണ്? മനുഷ്യൻ ഉള്ളപ്പോൾ ഉള്ളതനുസരിച്ച്, ഇല്ലാത്തപ്പോൾ ഇല്ലാത്തതനുസരിച്ച് കഴിയണം. ഈ ഇരിക്കുന്ന കാരണവന്മാർക്കറിയാം, ഒരു കാലത്ത് ക്ഷാമകാലത്ത് കുമ്പളങ്ങ, വെള്ളരിക്ക കെട്ടിത്തൂക്കും വീടിൻ്റെ മുകളിൽ. എന്തിനാണത്? ഉള്ള കാലത്ത് കെട്ടിത്തൂക്കിയിട്ട് ക്ഷേമകാലത്ത് ഉപയോഗിക്കാൻ. എൻ്റെ വല്യപ്പ അങ്ങനെ ചെയ്തിരുന്നു, നെല്ല് സൂക്ഷിക്കാറുണ്ടായിരുന്നു. ഇന്നത്തെ തലമുറക്ക് അതറിയില്ല, നമ്മൾ അറിയണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനുസരണയുള്ള മൃഗമാണ് നായ. ആ നായ മലയാളിയെ നടന്ന് കടിച്ചു. ഞാൻ അത്ഭുതപ്പെടുകയാണ്. നമ്മളെ കേരളത്തിൽ നിന്നൊരു ജനപ്രതിനിധി ഡൽഹിയിലെത്തിയപ്പോൾ ഡൽഹിയിൽ വെച്ച് അയാളെ നായ കടിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ നായക്ക് എങ്ങനെയാണ് ഇയാൾ മലയാളിയാണ് എന്ന് മനസ്സിലായത് എന്ന് എനിക്ക് ആലോചിച്ചൊരു പിടുത്തവും കിട്ടുന്നില്ല. ഒന്നുമല്ല, കമ്പ്യൂട്ടർ യുഗത്തിലെ നായയല്ലേ, കുറച്ച് വിവരവും തൻ്റെ ഇടും ആ സാധുക്കൾക്കുണ്ടാവുമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നായക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു പറയുന്നു, നിങ്ങൾ ഇന്ന് പോയി പരീക്ഷിക്ക്. കാണുന്ന നായനെ നമ്മളാട്ടും, ഞാനാട്ടും, അധ്യക്ഷനാട്ടും, മറ്റുള്ള സ്വാഗതം പറഞ്ഞ ആളും ആട്ടും. നായക്ക് എവിടെയും ഭക്ഷണമില്ല. പിന്നെ കാണുന്നത് ചെറുപ്പത്തിൽ നമ്മുടെ കുട്ടി സ്കൂൾ ബാഗിൽ ചോറ്റുപാത്രവുമായി പോകുന്നതാ. അപ്പം നായ അതിന് പകരം വീട്ടി പിറ്റേ ദിവസം രാവിലെ നമ്മളെ സ്വന്തം മക്കളെ കടിക്കും. എന്നാൽ മഹാരാഷ്ട്രയിലെ കുട്ടികളെ കടിക്കുന്നില്ല. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, അധ്യക്ഷനും സ്വാഗതം പറഞ്ഞാളും മുഖ്യപ്രഭാഷകനും ഫിറോസ് കുന്നംപറമ്പിലൊക്കെ എന്ത് ചെയ്യണം? നായക്ക് ഭക്ഷണം കൊടുത്താൽ ഞാൻ ഉറപ്പിച്ച് പറയാണ്, ആ നായ നമ്മളെ കടിക്കൂല എന്ന് മാത്രമല്ല, നമ്മളെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് നോക്കാൻ കിടക്കുന്ന ജീവിയുടെ പേരാണ് നായ. പിന്നെ ആ നായ കിടക്കുക നമ്മളെ ഗേറ്റിൻ്റെ അവിടെയാണ്, നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട്. എന്നിട്ട് ആ നായയുടെ പണി എന്താണെന്നറിയാം ഞങ്ങൾ? അസമയത്ത് നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കടിക്കാൻ, കുരക്കാൻ ഒന്ന് കുരക്കും. നമുക്കതൊരു ധൈര്യമാണ്. ചുരുക്കത്തിൽ ഞാൻ വെറുതെ പറയല്ല, നമ്മളെ +2 ചെക്കനക്കായി ഉപകാരം ഉണ്ടാവും പിന്നെ ആ നായനെ കൊണ്ട്. അത്രക്കും ഗൗരവത്തിലാണ് നായ എന്ന ജീവിക്ക് ഭക്ഷണം കൊടുത്താൽ. നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതാണ്. മിണ്ടാപ്രാണിയെ സ്നേഹിക്കുക, അതൊരു ചെറിയ കാര്യമല്ല. ജീവജാലങ്ങളെ സ്നേഹിക്കുക. വിശന്നവന് ഭക്ഷണം നൽകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഹജ്ജിന് പോകാൻ കരുതിയ സമ്പത്ത് ഒരാൾ സ്വർണ്ണവെള്ളി നാണയങ്ങൾ ശേഖരിച്ച് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ഒരു മണം ഇയാൾ കേൾക്കുന്നത്. ആ മണം പിടിച്ചു പോയി. ചെന്ന് നോക്കിയപ്പോൾ ഒരു വീട്ടിൻ്റെ മുകളിൽ നിന്നാണ് ആ പുക. വാതിൽ മുട്ടിയപ്പോൾ ആ വീട്ടിൻ്റെ അകത്തൊരു സ്ത്രീ ചീഞ്ഞ മാംസം കമ്പിയിൽ കുത്തി, നമ്മളിപ്പോൾ ഷവർമയും കുബൂസൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തെ കമ്പി പോലെ ഇത് അടുപ്പിൽ തീക്കണൽ കൊണ്ട് ചുട്ടെടുത്ത് അത് കടിച്ച് തിന്നാണ്. ഒന്ന് ചീഞ്ഞളിഞ്ഞതാണ്, 2 മാംസാണ്, എത്രയോ ദുർഗന്ധം വമിക്കുന്നതാണ്. ഇത് കണ്ടപ്പോൾ ഹജ്ജിന് പോകാൻ കരുതി വെച്ച ഈ സ്വർണ്ണവെള്ളി നാണയങ്ങൾ എടുത്തു കൊണ്ടുവന്നിട്ട് ഈ സ്ത്രീക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് നിങ്ങൾ കുടുംബത്തിലെ പട്ടിണി മാറ്റുക. ഇത് കാരണം എന്താ ഉണ്ടായതെന്നറിയോ?
40 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ഹജ്ജ് അള്ളാഹു നേരത്തെ സ്വീകരിക്കാതെ പോയിരുന്നു. 40 ലക്ഷം ആളുകളുടെ ഹജ്ജ് സ്വീകരിച്ചിരുന്നില്ല. കാരണം ഇഖ്ലാസ് ഇല്ല എന്ന കാരണത്താൽ, ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല. അവർക്ക് ലക്ഷ്യം എന്തായിരുന്നു എന്നറിയോ? ഞാൻ ഹജ്ജ് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇറങ്ങിയേക്കെന്നെ ആചാര്യെന്ന് വിളിക്കണം എന്നാണ് ഒരാളെ ലക്ഷ്യം. വേറൊരാളെ ലക്ഷ്യം അയാളെ ഗേറ്റുമ്മൽ അൽ ഹാജ് ഖുത്തുബുൽ ഖത്താബ് എന്നിങ്ങനെ പ്രത്യേകം പ്രിന്റ് ചെയ്ത് ഗേറ്റുമ്മ വെക്കണം എന്നായിരുന്നു അയാളെ ലക്ഷ്യം. അല്ലാതെ പടച്ചോന്റെ കൃപാകടാക്ഷം ആയിരുന്നില്ല. ഈ ആത്മാർത്ഥത ഇല്ലാതെ 40 ലക്ഷത്തിന്റെ ഹജ്ജ് അള്ളാഹു വരവ് വെച്ചിരുന്നില്ല. പക്ഷേ ഈ സാധുവായ ഈ മനുഷ്യ ഒരു പട്ടിണി മാറ്റിയ കാരണത്താൽ നേരത്തെ സ്വീകരിക്കാതെ പോയ 40 ലക്ഷത്തിന്റെ ഹജ്ജും സ്വീകരിച്ചു, മക്കത്തേക്ക് പോകാതെ ഇയാളുടെ ഹജ്ജും സ്വീകരിച്ചു എന്നത് ചരിത്രത്തിൽ വായിച്ചു പോകാനുള്ളതല്ല. വിശന്നവന്റെ ഇത്ആമുൽ ജാഇഇ, വിശന്നവന് ഭക്ഷണം നൽകൽ ചെറിയ കാര്യമല്ല. ഇത്ആമുൽ ജാഇഇ, വിശന്നവന് ഭക്ഷണം നൽകൽ ഒരു ചെറിയ കാര്യമല്ല. ഇക്സാഉൽ ആരി, ഉടുതുണിയില്ലാത്തവന് വസ്ത്രം, ഉടുതുണിയില്ലാത്തവന് വസ്ത്രം. പെരുന്നാൾ വരുമ്പോൾ അയൽവാസി കുട്ടിയെ കുറിച്ച് ഓർക്കണം, മറ്റുള്ളവരെ കുറിച്ച് ഓർക്കണം, യതീമിനെ കുറിച്ച് ഓർക്കണം. ഞാൻ ഇവിടുത്തെ ചാരിറ്റി പ്രവർത്തനത്തിൽ അത്ഭുതപ്പെടുകയാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾക്കിടയിൽ സാധാരണക്കാരൻ്റെ വാഹനമാണ്. അവരെ കുറിച്ച് ആക്ഷേപങ്ങളും പരിഹാസ്യങ്ങളും ചൊരിയുന്ന എല്ലാവരും ഉണ്ടാവും. പക്ഷേ ഒരു ഉപകാരത്തിന് വേണമെങ്കിൽ ഓട്ടോറിക്ഷക്കാർ വേണം. ഞാൻ ഈ ഓട്ടോറിക്ഷക്കാരൊക്കെ പറ്റി പറയാറുള്ളത്, ഈ ഓട്ടോറിക്ഷക്കാർ പൊറോട്ടയെ പോലെയാണ്. എന്താ കാരണം? പൊറോട്ടക്കില്ലാത്ത കുറ്റമില്ല, എന്നാൽ പൊറോട്ട ഇല്ലാത്തൊരു പരിപാടിയില്ല. അതാ രസം. പൊറോട്ടക്ക് ഭയങ്കര കുറ്റാണ്, ഈ പൊറോട്ട കേടാണ്, പൊറോട്ട പ്രശ്നമാണ്. പക്ഷെ അളിയൻ വന്ന ആദ്യം പോയ പൊറോട്ടക്ക, പൊറോട്ട ഇല്ലാത്തൊരു പരിപാടിയില്ല. എൻ്റെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വലിയ അവർ കെട്ടുതാലി പണയം വെച്ചവരാകും, ആധാരം പണയപ്പെടുത്തിയവരാകും. അവർക്ക് ഏതെങ്കിലും ആളുകൾ ആശ്വാസത്തിൻ്റെ വകയായി കൊടുത്ത വാഹനമാകും. പക്ഷേ അതുമായി ഓടുമ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കൾ പുതിയങ്ങാടിയിൽ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഓട്ടോ ഡ്രൈവേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ എത്രയെത്ര ആളുകൾക്കാണ് ജീവൻ നൽകാൻ സാധിച്ചത്. അതൊരു ചെറിയ കാര്യമാണോ? ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇതാണ് വേണ്ടത്. അതാണ് കാരുണ്യത്തിൻ്റെ ആദരം എന്ന പേരിൽ ഫിറോസ് കുന്നുംപറമ്പലിന് ജീവകാരുണ്യത്തിൻ്റെ ജീവസുറ്റ നാമമായി ഇന്ന് കേരളത്തിൽ മലയാളിക്ക് സുപരിചിതനായ പ്രിയങ്കരനായ ഫിറോസിനെ ഇവിടെ ക്ഷണിച്ച് ആദരവ് നൽകാനുള്ള കാരണവും അതൊരു നല്ല കാര്യമാണ്. പ്രോത്സാഹിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം, നമ്മൾ പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ആ സൂറത്തിലെ ആദ്യത്തെ വരി ഞാൻ മറന്നുപോയതാണ്. അതിൻ്റെ ആദ്യത്തെ വരി നിങ്ങൾക്കും കാണാതറിയാം, എനിക്കും ഒരുപക്ഷെ കാണാതറിയാം. മതത്തെ കളവാക്കുന്നവരെ നീ കണ്ടില്ലയോ? മതത്തെ മക്കാറാക്കുന്നവരെ, മതത്തെ വഞ്ചിക്കുന്നവരെ നീ കണ്ടില്ലയോ? അവർ യതീമിനെ ആട്ടി അകറ്റുന്നവനാണ്. യതീം വന്നാൽ പോകാൻ പറയാ. യതീമിനെ ഒരു ചെറിയ കാര്യമല്ല. ഒരിക്കൽ അഷ്റഫുൽ ഖൽക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലിരിക്കുമ്പോഴാണ് ഒരാൾ ബേജാറ് പറഞ്ഞു, നബിയേ, എൻ്റെ കുട്ടിയെ കാണാതായിട്ട് കുറച്ചായി, ഞാൻ വലിയ വിഷമത്തിലാണ്. ഇത് കേട്ടപാട് ആ കൂട്ടത്തിൽ നിന്നൊരു സ്വഹാബി പറഞ്ഞു, നിങ്ങളെ കുട്ടി ഞാൻ വരുന്ന വഴിക്കുണ്ട്, കുട്ടികളെ കൂട്ടത്തിൽ കളിക്കണം. ഇത് കേട്ട ആർക്കാ സന്തോഷം ഇല്ലാതിരിക്കുക? കുട്ടികളെ കാണാതായിട്ട് നിങ്ങളെ കുട്ടി ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്താ കൊടുക്കുക പകരം? അത്രത്തോളം സന്തോഷം ഉണ്ടാവില്ലേ? ഇത് കേട്ടപാട് കാണാതായ കുട്ടിയുടെ മാപ്പ ഓടുകയാണ്. ഓടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഓടരുത്, ഇതിന് ചില ഷർത്തും പറലൊക്കെ ഉണ്ട്, ഒരു നിബന്ധന ഉണ്ട്. കുട്ടിയെ കാണാതായ ഒരു പായിണേന് നിബന്ധന, നബിയെ അങ്ങനെ ഒരു നിബന്ധന അതേ ഉണ്ട്. നിങ്ങൾ അങ്ങനെ ധൃതി കൂട്ടരുത്, നിങ്ങളോട് ചില ഉപദേശങ്ങൾ നൽകാനുണ്ട്. എന്താണ് ഇത്ര ധൃതി എന്ന് എൻ്റെ ചോദ്യം നബി ആദ്യം ചോദിച്ചു. എന്നാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യം കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, ധൃതി ഇല്ലാതിരിക്കുമോ നബിയെ? എൻ്റെ പ്രിയതമ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിയിട്ട് ദിവസത്രായി. എനിക്ക് എൻ്റെ പൊന്നുമോൻ ഞാൻ തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന മട്ടിൽ വളർത്തുന്ന കുട്ടിയാണ്. എൻ്റെ പൊന്നു കരളിൻ്റെ കഷ്ടത്തെ ഞാൻ കാണാതായിട്ട് എൻ്റെ കുട്ടി ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് ബാപ്പയാണ് നബിയെ ഇവിടെ നിൽക്കുക? ഒരു പിതാവിന് ഓടാനല്ലാതെ മറ്റെന്തിനാ തോന്നുക? നബി പറഞ്ഞു, അതല്ല,
നിങ്ങളവിടെ ചെല്ലുമ്പോൾ ചില നിയമങ്ങളുണ്ട്. അതെന്താ? ആ കളിക്കുന്ന കുട്ടിയോളെ കൂട്ടത്തിൽ പോയി നിങ്ങളുടെ കുട്ടിയുടെ പേര് വിളിക്കരുതേ. കുട്ടിയുടെ പേര് വിളിക്കണേ. കുട്ടിയെ മോനെ എന്ന് വിളിക്കരുതേ. കുട്ടിയെ മോനെ എന്ന് വിളിച്ചിട്ട് ലാളിച്ച് വിളിക്കരുതേ. അതെന്താ നബി അങ്ങനെ പറയാനുള്ള കാരണം? ഒന്നുമല്ല, ബാപ്പയായ നിങ്ങളെ കുട്ടിയെ മോനെ എന്ന് വിളിക്കുമ്പോ ബാപ്പല്ലാത്ത മക്കളും ആ കൂട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് അത് സങ്കടാവും. അതുകൊണ്ട് ബാപ്പല്ലാത്ത കുട്ടിയോളെ അടുത്ത് ചെന്നിട്ട് മോനെ എന്ന് വിളിക്കുമ്പോൾ മരിച്ചുപോയ കുട്ടിയോള്, ബാപ്പ മരിച്ചുപോയ ആ ആളെ കുട്ടികൾ വിചാരിക്കും ഞങ്ങളെ ബാപ്പ മരിച്ചിട്ട് തിരിച്ചു വന്നോന്ന് വരെ ചിന്തിച്ചു പോകും. ബാപ്പാനെ കിട്ടാനുള്ള പൂതിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി വിളിക്കേണ്ടത് കുട്ടിയുടെ പേരാണ്. പേര് വിളിച്ചിട്ട് മുബശ്ശിറെ എന്ന് വിളിക്കുമ്പോൾ കുട്ടികളെ ഉറപ്പിക്കുന്നത് ആ മുബശ്ശിറിന്റെ ബാപ്പ വന്നിക്കണ്. അങ്ങനെയുള്ള ഞങ്ങൾ സ്കൂളിൽ ചെന്നാൽ എൻ്റെ മോൻ്റെ പേര് മുഹമ്മദ് ആരിഫ് അലിയാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ആരിഫ് അലി ഉണ്ട് അവിടെ എന്ന് ചോദിച്ചാൽ കൂട്ടുകാർ പറയും ആരിഫ് അലിൻ്റെ ഒപ്പം വന്നിക്കണ്. സമീർ ഉണ്ടോ എന്ന് ചോദിച്ചു വേറെ ആള് വന്നാൽ എൻ്റെ കുട്ടി പറയും ആ ഇപ്പൊ വന്നത് സമീറിന്റെ ഒപ്പം എന്ന് പറയും. നേരെ മറിച്ച് മോനെ എന്നൊരു വിളി കേട്ട എല്ലാ മക്കളും തിരിഞ്ഞു നോക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ആ യതീം മക്കളെ മുന്നിൽ പോയി നിങ്ങളെ കുട്ടിയെ ലാളിക്കരുത്, മോനെ എന്ന് വിളിക്കരുത്. തീർന്നില്ല. ആ കൂട്ടത്തിൽ പറഞ്ഞു കൊടുക്കണ ചോദ്യം ഉത്തരങ്ങൾ കേട്ടോ. ആ കൂട്ടത്തിൽ പറഞ്ഞു നിങ്ങൾ വിധവകളുടെ മുന്നിൽ വെച്ച് ഭാര്യമാരോട് സല്ലപിക്കരുതേ. നോക്കണേ, വിധവകളുടെ മുന്നിൽ വെച്ച് ഭാര്യമാരോട് സല്ലപിക്കരുതേ. ഇത് മാത്രല്ല, യതീമിന്റെ മുമ്പിൽ വെച്ച് അവനാന്റെ കുട്ടികളെ ലാളിക്കരുതേ എന്ന് പറയുന്ന കൂട്ടത്തിൽ പറയാണ് എന്ത്? വിധവകളുടെ മുന്നിൽ വെച്ച്. ഭർത്താവ് മരിച്ചുപോയ ഒരു പെമ്പറന്നോള് കൊലായിലിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ എൻ്റെ പെണ്ണുങ്ങളായിട്ട് ബൈക്കിൽ ഭയങ്കര സൂപ്പർ യാത്ര. ഓളാണെങ്കിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. കാരണം ഈ ബൈക്ക് വാങ്ങുമ്പോൾ ബെൽറ്റ് ചെയ്ത് പിടിപ്പിച്ചാൽ തോന്നും ഓളെ പോക്ക് കണ്ടാൽ. അമ്മ അതിന് ഇരുത്താണ് ഞാനും ഓളും ഇരിക്കുന്നത്. ഇത് കണ്ടാൽ ആ ഭർത്താവ് മരിച്ചുപോയ പെണ്ണിൻ്റെ കൽബിൽ എന്താ തോന്നുക? ഓ ഇതുപോലെ കഴിയാമായിരുന്നില്ലേ മരിച്ചിട്ടില്ലെങ്കിൽ എനിക്കും എന്ന് തോന്നുത്രേ. അതുകൊണ്ട് യതീം മക്കളെ മുമ്പിൽ വെച്ച് അവനാൻ്റെ മക്കളെ ലാളിക്കരുത്. വിധവകളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ സ്വന്തം ഭാര്യമാരോട് സല്ലപിക്കരുത്. മുതലാളിമാർ നിർദ്ദേശം കേൾക്കണം. അടുത്ത ഉപദേശം, സമ്പത്തിന്റെ മഹത്വം സമ്പത്തില്ലാത്തവരെ മുമ്പിൽ വെച്ച് പറയരുത്. യാതൊരു ഗതിയില്ലാത്തവൻ്റെ അടുത്തിരുന്നിട്ട് പറയാണ് ഞാൻ 3.5 കോടി രൂപ സ്ഥലം അവിടെ വിറ്റ് 7.5 കോടി രൂപ സ്ഥലം ഇപ്പം ഞാൻ അങ്ങോട്ട് കൊടുത്ത് എന്നിട്ട് 10.5 കോടിൻ്റെ അങ്ങോട്ട് കൊടുത്ത്. അപ്പം ഇപ്പം എങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, നമ്മൾ മൂപ്പര് കോടിയേറ്റ കളിക്കണേ, നമ്മളെ പെരടി കോടിയിട്ടൊരു സൈഡിലേക്ക് ഇരിക്കുക നമ്മൾ. അപ്പം ഇയാൾ നേരെ കോടി തിരിച്ചാണ്. അപ്പോൾ സമ്പത്തുള്ളവർ സമ്പത്തിന്റെ മഹത്വം ദരിദ്രരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കരുത്. ഭാര്യമാരുള്ളവർ വിധവകളുടെ മുമ്പിൽ വെച്ച് ഭാര്യമാരുമായി സല്ലപിക്കരുത്. യതീം മക്കളെ മുന്നിൽ വെച്ച് മക്കളുള്ളവർ സ്വന്തം മക്കളെ ലാളിക്കരുത്. നോക്കണേ നിങ്ങൾ. അതോടൊപ്പം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ യതീമിനെ നന്നായി നോക്കും ചെയ്തിട്ടുണ്ട്. യതീമിനെ നല്ല നോക്കി. യതീമുകളെ മുമ്പിൽ വെച്ചിട്ട് സ്വന്തം മക്കളെ ലാളിക്കരുത് എന്ന് പറഞ്ഞ നബി ചെയ്ത പണിയേക്കണ. യതീം മക്കളേറ്റ് കിന്നരിച്ച് യതീം മക്കളുമായി വണ്ടി ഓടിച്ച് യതീം മക്കളെ ചെവിക്ക് പിടിച്ച് സല്ലപിച്ച് കിന്നാരം പറഞ്ഞിട്ട് അവരെ പുറത്തിരുത്തിയിട്ട് അവരോട് സന്തോഷം പ്രകടിപ്പിച്ചിട്ട് യതീം മക്കളേറ്റ് കളിക്കുന്നത് കണ്ടപ്പോ ബാപ്പാരുള്ള കുട്ടികൾ പറഞ്ഞത്രേ ഞങ്ങളപ്പാരൊക്കെ മരിക്കായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒന്ന് ആലോചിച്ചു കണ്ടോ? യതീമിനെ അത്രത്തോളം സ്നേഹിക്കുക. എന്നാൽ സ്വന്തം മക്കളെ സ്നേഹിക്കുമ്പോൾ ലിമിറ്റ് യതീമിൻ്റെ മുമ്പിൽ വെച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ജീവിതത്തിൽ മനുഷ്യർ പാലിക്കേണ്ട മര്യാദകളുണ്ട്. ആ മര്യാദ ചെലവഴിക്കുന്ന കാര്യത്തിലുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കൈ നിങ്ങളുടെ പെരടിയിൽ കെട്ടിവെക്കരുത്. ഒരാൾക്കൊരു ഉറുപ്പ്യ കൊടുക്കൂല. നല്ല സമ്പത്തുണ്ടാവും, നല്ല ഡെപ്പോസിറ്റ് ഉണ്ടാവും, ഒരുപാട് ആധാരം ഉണ്ടാവും. ഇയാൾക്ക് ഒരുപാട് കൈവശ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒരുപാട് റിസോർട്ട് ഉണ്ട്, ഒരുപാട് ടൂറിസ്റ്റ് വാഹനങ്ങളുണ്ട്. ഇയാൾക്ക് ഇല്ലാത്തതില്ല. പക്ഷെ ഒരു മനുഷ്യന് ഒരു ഉറുപ്പ്യ കൊടുക്കൂല. ആ മനുഷ്യന്റെ സ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ കെട്ടിവെക്കരുത്. പിന്നെ നിങ്ങൾ പറ്റങ്ങ് അഴിച്ചിങ്ങനെ ആളുകൾക്ക് പാപ്പർ ഷൂട്ടാകുന്നത് വരെ അഴിച്ചു കൊടുക്കുകയും ചെയ്യരുത്. എങ്ങനെ?
ഇൻ്റെ അടുത്ത് ഇപ്പോൾ 1000 റുപ്യ കിട്ടിയാൽ കൊടുക്കുക, നാളെ ഓട്ടോറിക്ഷ ഓടി 2000 റുപ്യ കൊടുക്കുക, മറ്റൊന്നൊരു 5000 കിട്ടി കൊടുക്കുക. കിട്ടിയതൊക്കെ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ പോയാൽ അതും പാടില്ല. ലിമിറ്റ് വെച്ച് കൊടുക്കണം എന്നാണ്. ഉമ്മത്തം വസത്താണ്, ഒരു മിഡിലാണ്. നമ്മൾ ചെലവാക്കുമ്പോൾ അതിനനുസരിച്ച് നാളേക്ക് വേണമെന്നുള്ളൊരു കരുതി വെപ്പ്. മക്കളെ പട്ടിണിക്കിട്ട് എല്ലാം ചെയ്ത് നാളെ അങ്ങനെ ചെയ്യുന്നവനും ആർക്കും കൊടുക്കാതെ എല്ലാം കെട്ടിപ്പൂട്ടി പെട്ടിയിൽ വെക്കുന്നവനും രണ്ടാൾക്കും ഒരേ ശിക്ഷ. ഖുർആൻ പറയുന്നു, മലൂമൻ മഹ്സൂറ, അവർ നാളെ നിന്ദ്യരും ദുഃഖിതരുമായിരിക്കും. പറയുന്നതിലേക്ക് ശരിക്കും ശ്രദ്ധ വേണം. നല്ല സമ്പത്തുണ്ട് ഒരാൾക്കും കൊടുക്കാത്തവന്, എന്നാലോ കിട്ടിയത് മുഴുവൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണവൻ, ഒന്നും കരുതി വെക്കുന്നില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് നമ്മൾ വേണ്ടത്. കിട്ടിയെന്ന് ചെലവഴിച്ച് കൊടുത്ത് നാളെ ഉണ്ടാവും എന്നുള്ള ചിന്ത, അതുണ്ട് എന്നുണ്ടെങ്കിൽ കൊടുത്ത് അത് മിച്ചം വെച്ച് അതിൻ്റെവും കൊടുത്ത് മക്കൾ നാളെ നമ്മെക്കുറിച്ച് നല്ലത് പറയണം, നാട്ടുകാരും നല്ലത് പറയണം എന്ന ചിന്തയിൽ ഒരു മിഡിലായി ഒരു ലിമിറ്റ് ചെയ്തു പോകണം. അല്ലാതെ ഇയാൾ വട്ടപൂജയാകുന്ന കോലത്തിൽ കൊടുത്താൽ മലൂമൻ മഹ്സൂറ, നാളെ നിന്ദ്യനും ദുഃഖിതനും ആവും. അങ്ങനെ പറഞ്ഞാൽ അയാൾ പറയും, ഞാൻ അത്ര വാരി വലിച്ച് കൊടുക്കേണ്ടിയിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഈ കുത്തുപാളെടുത്തത് ഞാൻ ലിമിറ്റില്ലാതെ ചെയ്തതുകൊണ്ടാണ് എന്ന് അയാളും പറയും, ഇയാളും പറയും. ആര്? നല്ല സമ്പന്നൻ ഒരു മനുഷ്യനും കൊടുത്തില്ല. അയാൾ ആശുപത്രിയിൽ കിടക്കുമ്പോൾ എത്ര ആളുകൾ അങ്ങനെ ഡെപ്പോസിറ്റ് എവിടെയെന്ന് പറയലില്ല, അയാൾ അങ്ങനെ മരിച്ചാണ്ട് പോകും. അയാളെ സമ്പത്ത് കൊണ്ട് പള്ളിക്ക് ഉപകാരമില്ല, ഓട്ടോറിക്ഷക്കാർക്ക് ഉപകാരമില്ല, ചാരിറ്റിക്കില്ല. ഇവിടെ ഷാബാൻ എന്ന കുട്ടി അല്ലേ, ആ കുട്ടിയുടെ ചാരിറ്റി പ്രവർത്തനത്തിൽ നിങ്ങൾ കാണിച്ച ആ വിശാല മനസ്കത ചെറുതാണോ? പക്ഷെ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി അവിടെ നടന്നു. നമ്മളല്ലല്ലോ അതൊന്നും തീരുമാനിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരുപാട് നന്മകൾ നിങ്ങൾ ഈ രംഗത്ത് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽപ്പെട്ട കാര്യങ്ങളാണ് നേരത്തെ ഉസ്താദും ഇവിടെ സൂചിപ്പിച്ചത്. ഉപ്പാക്ക് സഹായിക്കാൻ കഴിയാത്തവരുണ്ട്. ജീവിതത്തിൽ ഉപ്പാനെ സഹായിക്കാൻ കഴിയണം, ഉമ്മാനെ സഹായിക്കാൻ കഴിയണം, ഭാര്യക്കും മക്കൾക്കും കൊടുക്കാൻ കഴിയണം. അങ്ങനെ കൊടുത്ത് അയൽവാസിയെ സ്നേഹിച്ച് സമൂഹത്തെ സേവിച്ച് നാട്ടുകാർക്കും ഉപകാരിയായി മാറി ഒരു ഓട്ടോറിക്ഷക്കാരൻ നാളെ മരണപ്പെട്ടാൽ ആളുകൾ പറയണം, ഏത് പാർട്ടി ആയിക്കോട്ടെ, അയാൾ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു എന്ന്. എന്നാൽ ഇന്ന് മനുഷ്യപ്പറ്റ് നന്നേ കുറഞ്ഞ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് മനുഷ്യ കണക്ഷൻ വളരെ കുറവാണ്. കണക്ഷൻ വേണം, നല്ല കണക്ഷൻ വേണം, ഹൃദയബന്ധം, നല്ല കണക്ഷൻ വേണം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് മനുഷ്യ കണക്ഷൻ വളരെ കുറവാണ്. ഇന്ന് 2 കണക്ഷനാണ് നാട്ടിലുള്ളത്. ഒന്ന് ഫോൺ കണക്ഷനും മറ്റൊന്ന് ഗ്യാസ് കണക്ഷനും. ഈ 2 കണക്ഷൻ മാത്രമേ ഇന്ന് ഹയാത്തിലുള്ളൂ. മറ്റ് മനുഷ്യബന്ധങ്ങൾ നന്നേ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിരവധി അപേക്ഷകൾ കിട്ടി ഈ ഓട്ടോറിക്ഷക്കാർക്ക്. ഈ യൂണിയന്റെ ഭാരവാഹികൾ, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് അൻസാർ അടക്കമുള്ളവരോട് ഞാൻ അന്വേഷിച്ചു, എന്തൊക്കെയാണ് നിങ്ങൾ ഇടക്കാലത്ത് ചെയ്തു പോകുന്നത്. ഞങ്ങളൊരു ചെറിയ തോതിൽ, അധിക കാലമായിട്ടില്ല പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ കയ്യിൽ കിട്ടുന്ന അപേക്ഷകളൊന്നും ചെറിയ കാര്യമല്ല. ഇപ്പം ഇവരുടെ കയ്യിലൊരു അപേക്ഷയുണ്ട്, പലതുള്ളി പെരുവെള്ളം. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ നാളെ നമുക്ക് ഈ ഇരിക്കുന്ന ആർക്കാണ് നാളെ കിഡ്നി രോഗമുണ്ടാവുക എന്ന് നമ്മളാരും കരുതിയിരുന്നിട്ട് കാര്യമില്ല. നമ്മളെന്നൊരു ടെസ്റ്റിന് വിധേയമാക്കിയിട്ട് ഡോക്ടർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കൂടെ ആരെങ്കിലും വന്നിക്കണോ? അതോടുകൂടി നമ്മളെ കാലിൻ്റെ അടിയിൽ നിന്നൊരു പുളി വരും. കൂടെ ആരെങ്കിലും വന്നിക്കണോ എന്ന് ചോദിക്കാൻ എന്തൊരു കാരണമുണ്ടല്ലോ. മോനുണ്ടെങ്കിൽ മോനോട് പറയും, ഇപ്പോൾ പുറത്തിരിക്കട്ടെ, നിങ്ങളൊന്നുണ്ട് വരി. തിരിച്ച് മോൻ ഇറങ്ങുമ്പോൾ മോൻ അങ്ങോട്ട് പോയ മുഖത്തിലല്ല ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. ഡോക്ടറുടെ ഡോറ് തുറന്ന് തിരിച്ചു വരുമ്പോൾ മോൻ്റെ മുഖത്തിനൊരു വാട്ടം. ബാപ്പ ചിക്കിച്ചകഞ്ഞ് ചോദിച്ചു, എന്താ മോനെ ഡോക്ടർ പറഞ്ഞത്? ഒന്നുമില്ല. പിന്നെ ബാപ്പാക്കത് പിന്നെയാണ് അറിയുന്നത്, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, ക്യാൻസർ ആണെന്നറിഞ്ഞാൽ പിന്നെ ബിരിയാണിക്ക് ടേസ്റ്റ് ഇല്ല. പിന്നെ ഏത് പൂരത്തിന് പോയാലും, ഏത് നേർച്ചക്ക് പോയാലും, ഏത് സമ്മേളനത്തിലും കരിമരുന്ന് പ്രയോഗം കാണുമ്പോൾ ഹരമില്ല. പിന്നെ ഇങ്ങോട്ട് ചിരിക്കുമ്പോൾ അങ്ങോട്ട് ദേഷ്യാണ്. നമ്മുടെ ഈ ചിരിയും കളിയൊക്കെ മാറിയാണ്. പിന്നെ ഷർട്ട് അയൺ ചെയ്യണമെന്നില്ല, പിന്നെ ഇന്ന ചെരുപ്പ് വേണമെന്നില്ല.
ഇന്ന ഫാൻറ് ഇടണമെന്നില്ല, ഇന്ന വണ്ടി തന്നെ വേണമെന്ന് നിർബന്ധമില്ല, എങ്ങനെങ്കിലും തീർന്നു കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതെങ്ങനെ തടുക്കുന്നത് പടച്ചോൻ? അത്ഭുതപ്പെട്ടു പോകും. ക്യാൻസർ രോഗമുണ്ട് എന്ന് തിരുവനന്തപുരത്ത് നിന്ന് വിധി എഴുതിയ ഒരാള് ആ വിവരം അറിഞ്ഞ പാട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദുആ ചെയ്യണം, നിങ്ങളോടൊക്കെ എന്തെങ്കിലും പറയാണ്ടെങ്കിലൊക്കെ പൊരുത്തപ്പെടും വേണം, കിട്ടണ വേദിയിലൊക്കെ ദുആ ചെയ്യണം, എനിക്ക് ഇന്ന രോഗാണെന്ന് ഇന്നറിഞ്ഞു. ഞാൻ ചോദിച്ചു അയാളോട്, ആരാ പറഞ്ഞത്? തിരുവനന്തപുരത്ത് നിന്ന് RCC എന്നാണ്. എന്ത് ചെയ്യാൻ നോക്കും? ഉന്നതരായ ഡോക്ടർമാർ റീജിയണൽ ക്യാൻസർ സെന്ററിൽ. അയാൾ വന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോവുക. പ്രിയങ്കരനായ അത്തിപ്പറ്റ ഉസ്താദിനെ അയാൾ നേരിൽ വന്ന് കാണുകയാണ്. ഉസ്താദ് ഒരു തടവലാണ്. ഓരോ മനുഷ്യരുടെ ഒരു വിശ്വാസമാണ്, ഓരോ മനുഷ്യരുടെ ഒരു യഖീനാണ്, ഈമാനാണ്. പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞു, തഹജ്ജുദ് നിസ്കരിച്ച അള്ളഹാനോട് പറയും, എന്നോടല്ല പറയാന്ന്. നല്ലൊരു ഉത്തരാണത്. തഹജ്ജുദ് നിസ്കരിച്ച അള്ളഹാനോട് പറയും, എന്നോടല്ല പറയാന്ന്, നിങ്ങൾ ദ്വാരക്കണം. അപ്പം ഉസ്താദ് പറഞ്ഞു, അനക്കെന്താ പണി, ഇജ്ജും ദ്വാരക്കണം. തിരിച്ചു പറഞ്ഞു. തഹജ്ജുദ് നിസ്കരിച്ചു, ദ്വാ ചെയ്തു. രണ്ടാമത്തെ ടെസ്റ്റിന് ഇയാൾ RCCയിൽ ചെന്നപ്പോൾ ആദ്യത്തെ ഡോക്ടർ ട്രാൻസ്ഫറാണ്, രണ്ടാമത്തെ ഡോക്ടറാണ് പിന്നെ അവിടെ. അത്ഭുതാവഹം. അയാളുണ്ട് വന്നിട്ട് കാറിറങ്ങിയിട്ടുണ്ട്, ആ കൂടെ വന്നൊരു കെട്ടിപ്പിടുത്തം. എന്താ കാര്യം എന്നറിയോ? നിങ്ങളോട് ആരാ പറഞ്ഞ് നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട് എന്ന്? ക്യാൻസർ ഉണ്ടായിരുന്നു ഒരു പക്ഷേ. അത് മാറ്റാൻ ഖാലിക്കായ റബ്ബിനൊരു തഹജ്ജുദ് മതി. ഞാനും തഹജ്ജുദ് നിസ്കരിച്ച് തേടുന്നവന്റെ ഇടയിൽ ഒരു മറയില്ല എന്നാണ്. സുജൂദിൽ കിടന്ന് അള്ളഹാനോട് പറഞ്ഞ ഏതും മാച്ച് കളയാൻ അത് മതി. സിനിമ നടനായ ഇന്നസെന്റ് നടക്കുന്നുണ്ട്. എന്താണത്? അയാൾ വലിയ ഈമാൻദാരി അല്ലെങ്കിലും ഒരു യഖീൻ അയാൾക്കുണ്ട്. എന്താ? ഇതൊരു സാരല്ല. അതെ, രോഗത്തെക്കാൾ മാരകം രോഗഭയാണ്. എന്തെങ്കിലും വരുമ്പോഴേക്ക് നാവിലൊരു ഉണല് കാണുമ്പോഴേക്ക് ക്യാൻസർ ആണോ തോന്നുക, ഇവിടെ ഒരു വേദന വരുമ്പോഴത്തിന് കിഡ്നിയാണോ തോന്നുക, ഈ വിരലിനൊരു ചെറിയ തരിപ്പ് വരുമ്പോഴത്തിന് വാതാണോ തോന്നുക. ചെറിയ ചിന്ത ഒന്നുമില്ല, വലിയ വലിയ ഹൈ ലെവൽ ചിന്തയാണ്. പക്ഷെ രോഗത്തിന് APL-ഉം BPL-ഉം ഇല്ല. അള്ള തന്നാ വാങ്ങുക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അത് തടുക്കൽ എങ്ങനെയെന്നറിയോ? ഒന്ന് ഈ തഹജ്ജുദാണ്, ഒന്ന് നമ്മുടെ ഖുർആനോത്ത. അത് മാത്രല്ല, അസ്വദഖത്തു റദ്ദുൽ ബലായ. അസ്വദഖത്തു റദ്ദുൽ ബലായ. ഗൾഫിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാറ് 6 തവണ മറിഞ്ഞു, ഒരു പോറൽ ഏൽക്കാതെ രക്ഷപ്പെട്ടു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് രക്ഷപ്പെട്ടവനാണ് അയാൾ. ഓട്ടോറിക്ഷ തൊഴിലാളികളെ, വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആ വണ്ടിയിൽ തന്നെയാണോ വേറെ വണ്ടിയിലാണോ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരിക എന്ന് ഒരിക്കലും കരുതൂല. നമ്മുടെ ഓട്ടോറിക്ഷയുടെ മുകളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ നാഥന്റെ ശ്രേഷ്ഠതയാണ്. എല്ലാവരും പറയും ഇതെന്റെ നാഥന്റെ ശ്രേഷ്ഠതയാണ്. പക്ഷെ ഓത്ത് അവിടെ നിർത്തരുത്, അതിന്റെ ബാക്കിയും ഓതണം. എല്ലാവരും എഴുതും ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ നാഥന്റെ ശ്രേഷ്ഠതയാണ്. പോരാ, അതിന്റെ ബാക്കിയുമുണ്ട്. ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി. ഈ ഓട്ടോറിക്ഷ എനിക്ക് തന്നത് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി. അഷ്കുറു അം അക്ഫുറു, ഈ നന്ദിയുള്ള ആളാണോ നന്ദി കെട്ട ആളാണോ എന്ന് നോക്കാൻ. എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഓട്ടോറിക്ഷ കിട്ടിയാൽ ഹറാമായ ഏർപ്പാടിന് പോകുന്ന ഒരുത്തി തൻ്റെ വണ്ടിയിൽ കയറാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഓട്ടം കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നല്ല വിശ്വാസിയാണെങ്കിൽ പറയും വേറെ വണ്ടി വിളിച്ചോളി, കാരണം ഓനൊരു വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാ. കുറച്ച് ആളുകൾ മദ്യപാനികളായി, അല്ലെങ്കിൽ സാധനം കൊണ്ടുപോകാൻ അടുത്ത സ്ഥലത്ത് എത്തിക്കണം. എൻ്റെ അടുത്ത് നല്ലൊരു ഈമാൻദാരിയായ ഒരു ഹൈന്ദവ സഹോദരനുണ്ട്, ഭയങ്കര വിശ്വാസിയാണ്. അയാൾ ഈ കാര്യത്തിൽ ഭയങ്കര നിഷ്കർഷത. അയാൾ എന്താ പറയാന്നറിയോ? ആ പൈസക്ക് വേണ്ട, ആ പൈസ എനിക്ക് വേണ്ട. എന്തുകൊണ്ടാണത്? ഒരു മനുഷ്യൻ തൻ്റെ ഓട്ടോറിക്ഷയിൽ ഇതെൻ്റെ നാഥൻ്റെ ശ്രേഷ്ഠതയാണ് എന്ന് എഴുതി വെച്ചിട്ട് തെറ്റായ വഴിയിലേക്ക് പോകാതെ കാത്തു സൂക്ഷിച്ചാൽ അതെന്നെ മതി ഓന് ബർക്കത്തിന്. എന്തിന് ഗൾഫിൽ പോകണം? എത്ര ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട്, പോയിട്ട് അതിനേക്കാൾ ഹീറോ ആകാൻ പോയതാ, പക്ഷെ സീറോ ആയി അയാൾ തിരിച്ചു വന്നിട്ട് പിന്നീട് അയാൾ അങ്ങാടിയിൽ ഓട്ടോറിക്ഷ. എന്നാലോ ഓൻ്റെ വീട്ടിൽ ഓൻ്റെ മോളെ കല്യാണത്തിന് ഒരു മനുഷ്യൻ ഒരു ഉറുപ്പ്യ കൊടുക്കൂല. കാരണം ഓൻ സ്പ്രേയുടെ മണവുമായി തിരിച്ചു വന്നുള്ള കാരണം കൊണ്ട് അവനെ പിന്നെ ആ ഗണത്തിലാ കൂട്ടുക. എന്നാ പോകാതിരുന്ന ഓട്ടോറിക്ഷക്കാരനോ അവൻ്റെ 4 പെൺകുട്ടികളെ കെട്ടിച്ചിട്ടും ഒരു കുഴപ്പമില്ലാതെ അവനും ജീവിച്ചു പോയി. ഇവിടെ എന്താ സംഭവിച്ചത്? ബർക്കത്ത്.
എന്താ ഈ ബർക്കത്ത്? അട്ടിക്ക് കാശല്ല ബർക്കത്ത്. ഇത്ര പൈസയിട്ട് കുറേ കാലം ജീവിക്കല്. മദ്രസയിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. മദ്രസയിൽ നിന്ന് കിട്ടുന്ന 200 റുപ്യ ശമ്പളം 30-ാം തീയതി കഴിഞ്ഞ് പറ്റ് തീർത്താലും 30 റുപ്യ ബാക്കി. അതാണ് ബർക്കത്ത്. ഗവൺമെന്റ് ജോലി, ഞാൻ ഹാൻഡ്ലൂം കോർപ്പറേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട്. 30,000 റുപ്യ ശമ്പളം. പക്ഷേ 15-ാം തീയതി ആവുമ്പോഴത്തിന് കഴിയാണ്. അതിൻ്റെ മലയാളമാണ് ബർക്കത്തില്ല. മനസ്സിലായിട്ടുണ്ടോ? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. എന്നെ പരീക്ഷിക്കാൻ വേണ്ടി പടച്ചോൻ ഇത് തരും. ഇത് തരുമ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് കാണിക്കണം. അപ്പൊ എന്താ നമ്മളെ തടുക്കുന്നത്? നിന്റെ ഓട്ടോറിക്ഷ അശോക് ലൈലന്റെ ലോറിക്ക് ഇടിച്ചിട്ടും നിനക്കൊന്നും സംഭവിക്കുന്നില്ല. എന്താ കാര്യം? ചാരിറ്റിയാണ്. അൻസാറിന്റെ നേതൃത്വത്തിൽ എൻ്റെ പ്രിയങ്കരനായിട്ടുള്ള ഈ സംരംഭത്തിലെ അഭ്യുദയകാംക്ഷികളും അണിയറ ശില്പികളുമായ ഈ സൊസൈറ്റിയുടെ ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ അത് മതി അവൻ്റെ കുടുംബം രക്ഷപ്പെടാൻ. വണ്ടി മറിഞ്ഞാലും ഓനൊരു പോറൽ കേൾക്കൂല. അശോക് ലൈലൻഡിന് ഇടിച്ചാലും ആളുകൾ പറയും മഹാത്ഭുതാണ് ഇട്ട മോനെ. ഓട്ടോറിക്ഷയുടെ കിടത്തം കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി നിന്റെ കാര്യം കഴിഞ്ഞു. ആശുപത്രിയിൽ വന്നപ്പോഴാണ് മനസ്സിലായത്, ഓഹോ കൈക്ക് ഇങ്ങനെ ഒരു കെട്ട് മാത്രമല്ലേ ഉള്ളൂ. അതാണ് അസ്വദഖത്തു റദ്ദുൽ ബലായ. ദാനധർമ്മങ്ങൾ ആഫത്തുകളെ തടുക്കും. ഞാൻ നിങ്ങളുടെ ഒരു എളിയ അഭ്യർത്ഥന നടത്തണം. ആരും എണീറ്റ് പോകരുത്. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനല്ല. ഇവരെടുത്ത് കിട്ടിയ ഒരു അപേക്ഷയിൽ ഇപ്പോൾ ഉള്ളൊരു പ്രധാനപ്പെട്ട അപേക്ഷ ഉണ്ട്. ചോർന്നൊലിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു പാവം കുടുംബം ഒരു വീട്ടിലേക്ക് താമസം മാറ്റുകയാണ്. അവർക്ക് വേണ്ടത് 80,000 രൂപയാണ്. 80,000 രൂപയുണ്ടെങ്കിൽ ഈ മഴയത്ത് അവരെ അങ്ങോട്ട് കെടുത്താൻ സാധിക്കും. ഞാൻ പിരിക്കാൻ വന്ന ആളുമല്ല, എൻ്റെ പണിയോ അതല്ല. പക്ഷേ ഫിറോസ് കുന്നുംപറമ്പിൽ ശ്രദ്ധേയനായത് എന്തുകൊണ്ടാണെന്നറിയാം? അയാൾ മുതലാളി ആയതുകൊണ്ടല്ല. മുതലാളിയുടെയും തൊഴിലാളിയുടെയും ഇടയിൽ ഒരു നൂൽപ്പാലമായി മുതലാളിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് പറഞ്ഞു, ഇത് അയാൾ കഷ്ടപ്പെട്ടവരാ. എന്തെങ്കിലും അയാൾ നല്ല മനസ്സിൻ്റെ ഉടമ ഫിറോസ് എന്ന പാലത്തിലൂടെ കൊടുക്കുകയാണ് കുന്നംപറമ്പിൽ. അങ്ങനെ ശ്രദ്ധേയനായി, അല്ലാതെ മുതലാളിയുടെ മോനായിട്ടല്ല. ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവന് വാങ്ങിക്കൊടുക്കുന്ന നൂൽപ്പാലം. അതാണ് ഇവിടുത്തെ ചാരിറ്റിയും ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റി ചെയ്യുന്നതും അതാണ്. ഞാൻ എൻ്റെ പ്രസംഗം, എൻ്റെ ട്രെയിൻ ബുക്ക് ചെയ്ത സമയമുണ്ട്. എൻ്റെ ഫിറോസിനെ കാത്തിരിക്കുക എന്ന സന്തോഷം കൊണ്ടാണ് ഞാനും ഇരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്, എൻ്റെ ട്രെയിന് പോയാൽ ഞാൻ അവിടെ കിടന്നുറങ്ങിക്കൊണ്ട് ഫിറോസ് വരുന്നത് വരെ പ്രസംഗിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ എൻ്റെ പ്രസംഗം തീരുന്നതിൻ്റെ മുമ്പ് 80,000 രൂപ 1000 ഓരോരുത്തരും തന്നാൽ അതാരും കൊണ്ട് വരും വേണ്ട, ഒരു പിരിവുമില്ല. ഇരിക്കണവരായിട്ട് ഇരുന്നാൽ മതി. നല്ല മനസ്സറിഞ്ഞിട്ട് 2 വളണ്ടിയർമാർ മെല്ലെ പിറകിൽ നിന്നൊന്ന് നടന്നു വരുമ്പോൾ ഒരു കടലാസും പെന്നും. പിരിവോ വയലോ കാര്യമൊന്നുമല്ല നടത്തുന്നത്. ഈ സമ്മേളനത്തിൽ ഫിറോസിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ട്രെയിൻ കയറി അദ്ദേഹം കൊണ്ട് വരണം, ഇവിടെ എത്തി അദ്ദേഹത്തിന് സമയം കിട്ടണം, പെർമിഷൻ തീരുന്നതിന് മുമ്പേ ഇത്തരം കാര്യങ്ങൾ നടക്കണം. ഇതുപോലെ നിരവധി വീടുകൾ ഇതുപോലുള്ള സദസ്സിൽ നിന്ന് കിട്ടി. ഒരൊറ്റ കുട്ടി പോകരുത്. കാരണം ചിലപ്പോൾ ആ പോയവനാവും നാളെ പിരിക്കേണ്ടി വരിക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഒരാളും പ്രയാസപ്പെടണ്ട. ഞാൻ പറഞ്ഞത് 80 ആളുടെ 1000 രൂപ. അത് 1 രൂപ തരാനില്ലാത്തവർ ഒന്നും തരരുത്. ആ നിന്നോടത്ത് നിന്നിട്ട് പോകരുത്. നിന്നോടത്ത് നിന്നിട്ട് മനസ്സിൽ ദ്വാരക്കുക. എന്തറിയാ, പടച്ചോൻ ആ ചങ്ങാതി പറഞ്ഞ 80 ആ വളണ്ടിയർമാർ തിരിച്ചു വരുമ്പോഴേക്ക് തികഞ്ഞാൽ മതിയായിരുന്നു. എന്നെ അയാൾ സമീപിക്കേണ്ടി വരുന്നൊരു അവസ്ഥ വരരുത് എന്ന് മനസ്സറിഞ്ഞിരിക്കുക. 2 വളണ്ടിയർമാർ പിറകിൽ നിന്ന് പോയി ഇങ്ങനെ വരുമ്പോഴേക്ക് ഈ പ്രസംഗത്തിൽ നന്ദി പറയുമ്പോൾ ആ കൊടുക്കാൻ ഉദ്ദേശിച്ച ആ സഹോദരിക്ക് നമ്മളത് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു ഹൈറായിരിക്കും. എനിക്കും അതൊരു സംഭവമായിരിക്കും. ഒരു വീടിൻ്റെ താക്കോൽദാന ചടങ്ങിന് പോയിട്ട് 3 വീടിന് പിരിക്കാൻ സാധിച്ച ചാരിതാർത്ഥ്യം. സദസ്സ് ഇളകി, സന്തോഷപ്പെട്ടു. ഞാൻ നിങ്ങളോട് പറയാ, ഞാൻ തങ്ങൾ പാപ്പൊന്നല്ല, ഞാൻ മൊയ്ലിയരുമല്ല, പക്ഷെ ഞാനൊരു മൊയ്ലിയരം മോനാണ്, ചെറിയൊരു വിദ്യാർത്ഥി. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കിട്ടുന്ന വേദിയിലൊക്കെ ഞാൻ ഈ പ്രദേശത്തെ പുതിയങ്ങാടിക്കാർക്ക് വേണ്ടി ഞാൻ ഈ കൗതുകം പറയുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരിക്കലും വിഷമം തോന്നരുത്. ഒരാളെ കുടുംബത്തിൽ ഇന്നത് തന്നു എന്നതുകൊണ്ട് വല്ല പ്രയാസം ഉണ്ടാകണമെങ്കിൽ ആ പൈസ വേണ്ടേ വേണ്ട. വളണ്ടിയർമാർ കൈവക്കണം എന്ന് പറഞ്ഞ് പൊക്കിക്കുന്നൊന്നുമില്ല. അവരിങ്ങനെ വരുമ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞാൽ നിങ്ങളടുത്തേക്ക് വരും. ഓരോരുത്തരെയും വളണ്ടിയർമാർ കാണും വേണ്ട, കാരണം അതൊരു മോശത്തരാ.
എൻ്റെ അടുത്ത് വന്ന് ഞാൻ തന്നില്ലെങ്കിൽ അതെന്തേ അങ്ങനെയൊന്നും തോന്നിയിട്ടൊരു വഷളത്തരം വരരുത്. നിങ്ങൾ പറയുക എന്നെ ഒന്ന് എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഒരു 80 ആളുകൾ മാത്രം പലതുള്ളി പെരുവെള്ളം. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ മജ്ജ മാറ്റിവെക്കാൻ ക്യാൻസർ രോഗി, കിഡ്നി രോഗി. എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വന്ന കിഡ്നി രോഗിയായ പെൺകുട്ടി ഡിഗ്രിക്ക് പഠിക്കുകയാണ്. 32 ലക്ഷം വേണം കിഡ്നി മാറ്റിവെക്കാൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇതുപോലൊരു വോയിസ് ഇട്ടു. ഇന്നലെ വരെ കിട്ടിയ സംഖ്യ കുവൈറ്റ് കമ്മിറ്റി കൂടി തന്നത് ഒന്ന് ഉണ്ടെങ്കിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഉണ്ടെങ്കിൽ ഒരു 9 ലക്ഷത്തോളം രൂപയുടെ അടുത്തേക്ക് ആയിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഇങ്ങനെ വരുന്നത്. ഫിറോസ് കുന്നുംപറമ്പിൽ ഒറ്റ ദിവസം കൊണ്ടാണ് അദ്ദേഹം ആളുകളോട് സഹായത്തിന് പറയുന്നത്. ആ സഹായത്തിന് പറയുന്ന അപ്പം തന്നെ അയാൾ പറയാണ്, സ്റ്റോപ്പ്, നിർത്തിക്കോളൂ, തികഞ്ഞിരിക്കുന്നു. ഇത് നാളെ നമ്മുടെ കുട്ടിക്കായിരിക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ അങ്ങാടിയിൽ വെച്ച് തൻ്റെ കുട്ടിയെപ്പറ്റി പറയാനുള്ളൊരു ദുര്യോഗം പടച്ച റബ്ബ് നമുക്ക് തരാതിരിക്കട്ടെ. ഇനിയിപ്പോൾ ആ 80ൻ്റെ ഓരോ ആയിരങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് 160, 500കളായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനെന്താ വേണ്ടതെന്നറിയോ? 40 ആൾ കൂടി 2000 ആയാലും പ്രയാസമില്ല. ഇവിടെ അവർ വരുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ സൗകര്യം ഒരാളും വിഷമിപ്പിക്കരുത്. എനിക്കറിയാം സാമ്പത്തികമായി ബുദ്ധിമുട്ട് എല്ലാ കുടുംബത്തിലുണ്ട്, പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ നാടിൻ്റെ സാഹചര്യം അങ്ങനെയാണ്. ആളുകളുടെ കയ്യിലൊക്കെ നന്നേ പ്രയാസമുണ്ട്. പക്ഷേ പലതുള്ളി പെരുവെള്ളം നമ്മുടെ വളണ്ടിയർമാർ ഇങ്ങനെ പോയി അതുപോലെ തിരിച്ചു വന്ന് ഈ ശബ്ദം കേൾക്കുന്ന നല്ല ആളുകൾ, നാളെ നിങ്ങളെ കുട്ടിക്കാണ് ഈ പ്രയാസമെങ്കിൽ, ഈ ചാരിറ്റബിൾ സൊസൈറ്റിക്കാർക്ക് അങ്ങനെ തോന്നിയാൽ, എൻ്റെ ജീവിതത്തിലെ മാടായി മാട്ടൂൽ പ്രദേശത്ത് വരുമ്പോൾ, പുതിയങ്ങാടി പഴയങ്ങാടിയിലൊക്കെ വരുമ്പോൾ ഇവിടെയുള്ള വിശാലവരും അതേപോലെ തന്നെ മനുഷ്യപ്പറ്റുള്ള ആളുകളെയും കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇതായിരിക്കാം നിങ്ങൾക്ക് കൂടുതലാക്കുക. ലൈൻ ശകർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി ചെയ്താൽ നിങ്ങൾക്ക് കൂടുതലാക്കും. അള്ളാഹു ഈ തരാൻ ആഗ്രഹിക്കുന്നവരുടെ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാരണമായി അള്ളാഹു തട്ടിത്തൂത്ത് കളയുമാറാകട്ടെ. അവരുടെ കുടുംബത്തിൽ ക്യാൻസർ, കിഡ്നി, അറ്റാക്ക്, ട്യൂമർ തുടങ്ങി മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരുടെ മക്കളെയും നമ്മുടെ മക്കളെയും ഒക്കെ, മാതാപിതാക്കളെയും ഒക്കെ, വയസ്സായവരൊക്കെ ഉണ്ട്, റോഡ് മുറിഞ്ഞു കിടക്കുന്നവർ, ഒരു അസുഖവുമില്ലാത്ത ആളുകൾ, അവരൊക്കെ ആക്സിഡൻറ്റിൽപ്പെട്ട് മരണപ്പെടുന്ന ദുരവസ്ഥയിൽ നിന്ന് പടച്ച റബ്ബ് ഇത് കാരണമായി, ആ സഹോദരിയെ സംരക്ഷിക്കുന്ന കാരണമായി അള്ളാഹു അവരിൽ നിന്ന് ദൂരീകരിക്കുമാറാകട്ടെ. ഞാൻ ഈ കാര്യത്തിലേക്ക് കൂടുതൽ പറയുന്നില്ല. വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു റിസൾട്ട് ഇവിടെ എത്തിച്ചു തന്നാൽ എനിക്ക് സന്തോഷമായിരുന്നു. നിങ്ങളെ നാട്ടിലെ ഒരു കാര്യത്തിന് വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് പോകാനുള്ള ഒരു ദുരവസ്ഥ തരാതെ ഒരു സഹോദരൻ 500 രൂപ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു വളരെ സന്തോഷത്തോടുകൂടി ആ പറഞ്ഞ ആളെ നിങ്ങളൊന്ന് പേര് അവിടെ കൊടുക്കും. 2 ആളെടുത്തും ഒരു വ്യക്തി, അത് സ്വകാര്യമായി നിങ്ങൾ സൂക്ഷിച്ച് അവരോട് പറഞ്ഞാൽ മതി. അദ്ദേഹം പേര് പോലും പറയരുത് എന്ന് ആഗ്രഹിച്ചാണ്. അതിന് വലിയ പുണ്യമുണ്ട്. അപ്പോൾ ഇത് നമുക്കാണ് ഇങ്ങനത്തെ ഒരു ദുരവസ്ഥ എങ്കിൽ നാട്ടിലെ ആളുകൾ കൂടേണ്ടി വരും. അപ്പോൾ ഷാബാൻ എന്ന് പറയുന്ന കുട്ടിക്ക് നമ്മൾ സ്വരൂപിച്ചത് ചെറിയതാണോ? ഈ മജ്ജ മാറ്റിവെക്കൽ എന്ന ഈ ചികിത്സാ കാര്യത്തിന് വേണ്ടി ഈ വിനീതന് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഖലാ എവിടെയും അങ്ങനെ ഒരു കുട്ടിക്ക് ആ ചികിത്സ കിട്ടേണ്ടുന്നൊരവസ്ഥ വരാത്ത, ആ കുട്ടികളൊക്കെ പോയിപ്പോകുന്നൊരിത്, അത്രക്കും മാരകമായ രോഗം. പടച്ചോനെ, നമ്മളൊക്കെ ഇരുത്തണ്ടല്ലോ. ഇന്നൊരു ബ്ലഡ് ചെക്ക് ചെയ്താൽ നമ്മുടെ ചിരി പോകുന്നൊരു റിസൾട്ട് പടച്ച റബ്ബ് ഇത് കാരണമായി നമുക്ക് തരാതിരിക്കട്ടെ. ഞാനും ഖൽബറിഞ്ഞ് മനസ്സറിഞ്ഞ് ദുആ ചെയ്യാണ്. നിങ്ങളും പ്രാർത്ഥിക്കണം. പ്രയാസപ്പെടരുത്. വിളിച്ചു വരുത്തിയിട്ട് ഈ സൊസൈറ്റിയുടെ ആളുകൾ നിങ്ങളെ വേറൊരു കോലത്തിൽ വസൂലാക്കി എന്നൊന്നും തോന്നരുത്. കൊടുക്കുന്നത് മനസ്സറിഞ്ഞ് കൊടുക്കണം.